സാറേ, ഇപ്പം നമ്മുടെ ഓൺലൈൻ തട്ടിപ്പിൽ വ്യാപകമായിട്ട് നടക്കുന്നൊന്ന് ഇതിൻ്റെ പോലീസ് അന്വേഷിച്ച അവസാനം എത്തുന്നത് നൈജീരിയയിലൊക്കെയാണ്. ഇത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് സാറ് നേരത്തെ പറഞ്ഞ മാതിരി വളരെ നിരക്ഷരായ ആളുകളുടെ അവരുടെ പേരിൽ അവരറിയാതെ അക്കൗണ്ടുകൾ തുടങ്ങുന്നതല്ലേ ഇത്? ഈ നൈജീരിയൻ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ സൈബർ തട്ടിപ്പിൻ്റെ തുടക്കം മുതലേ ഏറ്റവും ആദ്യം ഈ സൈബർ തട്ടിപ്പ് തുടങ്ങിയ ഒരു വിഭാഗം നൈജീരിയക്കാരാണ്. അതുകൊണ്ടാണ് ഇതിനൊരു നൈജീരിയൻ ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അറിഞ്ഞുകൊണ്ട്. എനിക്കൊന്ന് ഇതൊരു 2000 കാലഘട്ടത്തിൽ 2000 കാലഘട്ടത്തിൽ ഇത് അവരാദ്യം ഈ യൂറോപ്യൻ അമേരിക്കയിലും ഒക്കെയാണ് ഇവർ ഈ തട്ടിപ്പ് തുടങ്ങി. പിന്നീട് അവർ ഇന്ത്യയിലേക്ക് വരികയും. അപ്പോൾ ഈ നൈജീരിയൻസ് പല രാജ്യങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുമായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, ഞാനൊരു ഈ UN ഡെപ്യൂട്ടേഷൻ സുഡാനിൽ സൗത്ത് സുഡാനിൽ ജോലി ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നൈജീരിയൻ പോലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ നൈജീരിയൻകാരിങ്ങനെ. അപ്പോൾ അന്ന് അവർ പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞാൽ, അവിടുത്തെ രാജ്യത്ത് നിങ്ങൾ എവിടുന്ന് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നാലും രാജ്യം കുറച്ച് ഇത് മോശമാണ്. അവർ ചോദിക്കാറില്ല, മണി വിദേശ കറൻസി നിങ്ങൾക്ക് കിട്ടിയാൽ മതി, അത് ഏത് രീതിയിലാണ് തട്ടിപ്പാണോ എന്നൊന്നും കാര്യമായിട്ട് നോക്കുന്നില്ല എന്നായിരുന്നു അന്ന് അവർ പറഞ്ഞൊരു മറുപടി. ഒരു പക്ഷേ അതായിരിക്കാം ഒരു കാരണം. അപ്പോൾ എന്തായാലും ഈ നൈജീരിയൻസൊക്കെ പലയിടത്തും പോയി ആദ്യം നൈജീരിയൻ ഫ്രോഡുകളാണ് നടന്നിരുന്നെങ്കിലും ഇന്നിപ്പോൾ അവരുടെ കൂടെ അതാത് രാജ്യക്കാർ കൂടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം നൈജീരിയൻസിനോടൊപ്പം തന്നെ ഇന്ത്യക്കാരും കൂടിക്കൊണ്ടാണ്, അല്ല കേരളത്തിലുള്ള ആളുകൾ കൂടിക്കൊണ്ടുള്ളതാണ് ഇപ്പം കൂട്ടം നടക്കുന്നത്. അപ്പം ഈ പലതും മ്യൂൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനും ഈ നൈജീരിയൻ ഫ്രോഡ്സിൻ്റെ എല്ലാം ബേസിക് ഒറ്റ ഇതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ്. ഇപ്പം പഴയ കാലത്ത് ഇവർ തുടങ്ങിയത് ലോട്ടറി അടിച്ചെന്നുള്ള മെസ്സേജായിരുന്നു. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, അപ്പോൾ ആ ലോട്ടറി പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ പറയും ബാങ്ക് ട്രാൻസ്ഫർ ചാർജ് ആയിട്ട് ഒരു എമൗണ്ട് അങ്ങോട്ട് അടയ്ക്കാൻ പറയും. അതടയ്ക്കുമ്പോൾ പറയും ഒരു ഇൻഷുറൻസ് എടുക്കാൻ കുറച്ച് പൈസ ഇടാൻ പറയും. അത് കൊടുക്കുമ്പോൾ പറയും അതിനൊരു ആൻറ്റി ടെററിസം സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് അടയ്ക്കണം. അത് കഴിയുമ്പോൾ പറയും ഒരു ടാക്സ് എമൗണ്ട് അങ്ങോട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാത്ത ഒരു ലോട്ടറി അടിച്ചെന്നും ആ ലോട്ടറിയുടെ പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് തരുന്നെന്നും പറഞ്ഞു തുടങ്ങിയ ലോട്ടറി ഫ്രോഡിൽ തുടങ്ങി. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എടുത്ത ലോട്ടറി ഇതുവരെ അടിക്കുന്നില്ല, അപ്പോഴെങ്ങനെ എടുക്കാത്ത ലോട്ടറി അടിക്കും? രണ്ട്, നമുക്ക് ലോട്ടറി അടിച്ചെങ്കിൽ ആ പൈസ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ വന്നാൽ മതിയല്ലോ, എന്തിനാ അങ്ങോട്ട് പൈസ എന്നാ? അതൊന്നും ചോദിക്കുന്നില്ല. അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് ഫിക്സഡ് ഇട്ടിരിക്കുകയാണ് എന്ന് പറയും. ആ ലോട്ടറി തട്ടിപ്പ്. രണ്ട്, വിദേശത്തുനിന്ന് പരിചയപ്പെടുന്ന ആൾ, ഓൺലൈൻ വഴി പരിചയപ്പെടുന്ന ആൾ അവരുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് അയക്കുന്നു. ആ ഗിഫ്റ്റ് അയച്ചു കഴിയുമ്പം ഗിഫ്റ്റ് വലിയ എമൗണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ ഡയമണ്ടോ ഒക്കെ ആയിരിക്കും. അത് നമ്മൾ എടുക്കാൻ വേണ്ടി കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി പൈസ അങ്ങോട്ട് ചോദിക്കുന്നു. ആ രീതിയിലുള്ള ഒരു തട്ടിപ്പ് വരുന്നു. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ഒരു സുഹൃത്ത് പരിചയപ്പെടുന്നു. കുറേ കഴിയുമ്പോഴത്തേക്കും അവർ പറയുകയാണ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട എൻ്റെ ഫാമിലിയിലെ എല്ലാവരും മരിച്ച്, എനിക്ക് വലിയ ബില്യണറാണ്, ഇത്രയും കൂടി പൈസ എൻ്റെ കിടപ്പുണ്ട്, അത് നമുക്കൊരു ചാരിറ്റിക്ക് ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് പട്ടിണികളും പാവപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു വിശ്വസ്തരാണെന്ന് കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പൈസ, എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം, നിങ്ങളിതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഉപയോഗിക്കണം, അതിൽ 50% നിങ്ങൾക്ക് ഓൺ ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറയും. അവിടെയും അവർ ഈ പൈസ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും പറയും ബാങ്ക് ട്രാൻസ്ഫർ ചാർജ്, ഇൻഷുറൻസ്, ഇതെല്ലാം അങ്ങോട്ട് പൈസ ചോദിക്കും. മറ്റേ പൈസ ഒന്നിച്ചിട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് എടുക്കാൻ പറ്റുകയെന്ന്. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരിചയമില്ലാത്ത ആളുകൾ അവരുടെ പൈസ നമ്മുടെ പേരിലേക്ക് തരുന്നു, ഇതിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നു. അപ്പം ഇവിടെയൊക്കെ അങ്ങോട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു തരുന്ന അത് നൈജീരിയൻസിൻ്റെ പഴയ കാലത്തെ തട്ടിപ്പാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മ്യൂൾ അക്കൗണ്ടും അതുപോലെ തന്നെ ആ ടെക്നോളജി തന്നെ വിടുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൂനെയിലെ ഒരു സംഘത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പം, ഒരു സൈബർ ടീമിനെ അറസ്റ്റ് ചെയ്യുമ്പം, ഇവരിവിടുന്ന് 2 ആഴ്ച കാലത്തേക്ക് നൈജീരിയയിൽ പോയി ഈ ടെക്നോളജി, അതായത് തട്ടിപ്പ് പഠിച്ചിട്ട് വന്നവരാണ്. അവരവിടെ പോയിട്ട്, അപ്പോൾ അവർ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്, ഏത് രീതിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ മെസ്സേജ് അയക്കണം, എങ്ങനെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യം പോയി പഠിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതൊരു ഓർഗനൈസ്ഡ് ക്രൈമായിട്ട് മാറുകയാണ്. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മാത്രമായിരുന്നു ഈ സംഭാഷണം, നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിലാണെങ്കിൽ ഉടൻ തന്നെ മലയാളത്തിലേക്ക് സംസാരിക്കുന്ന ആളുകൾ വരും, തമിഴാണ് തമിഴ് സംസാരിക്കുന്നത്. അപ്പം റിക്രൂട്ട് ചെയ്ത് ഒരു ടീമിനെ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട്, അതായത് കോൾ സെൻ്ററുകൾ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ചില മേഖലകൾ കേന്ദ്രീകരിച്ച്, ഇപ്പം ഈ കൂടുതൽ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പം ഡൽഹി ഉത്തം നഗർ, ബോംബെ മീര റോഡ്, രാജസ്ഥാനിലെ ആൾവാർ അല്ലെങ്കിൽ ഭരത്പൂർ, പിന്നെ ഈ ബീഹാർ ജാംതാര, പൂനെ നാസിക്, അങ്ങനെ കുറേ ഏരിയയിൽ ഇത്തരം നൈജീരിയൻസ് വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നമ്മുടെ ഇന്ത്യക്കാരും കൂടെ ചേർന്നിട്ട് ഒരു യോജിച്ചിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ.